ഒരു പെയിൻ കില്ലർ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്നു, സൈക്ലോഫെനാക് കൊടുക്കുന്നു. ഇതെവിടെയാണ് എക്സാക്ട്ലി വർക്ക് ചെയ്യുന്ന ഇന്നും മോഡേൺ മെഡിസിൻ അറിയില്ല, ഇന്നും അറിയില്ല. അതല്ലേ ഞാൻ മുമ്പ് പറഞ്ഞ സബ്ജക്റ്റായ കഫം എവിടുന്നാണ് ഉണ്ടാകുന്നത്, കഫത്തിനകത്ത് ബാക്ടീരിയ എങ്ങനെ ഉണ്ടാകുന്നു, ഇവിടെ ഇൻഫെക്ഷൻ വരുമ്പം കഫം വരുന്നതാണ് ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇവരെല്ലാം തോറ്റ ഒരളവ് വരെയുള്ള കേസുകൾ എനിക്ക് വരുന്നത് കേരളത്തിൽ നിന്നല്ല വിദേശത്തുമൊക്കെ. ഈ കഴിഞ്ഞ ഒരു ദിവസം അമേരിക്കയിൽ നിന്ന് പലക്കാരാണ്, പുള്ളി അമേരിക്കയിൽ വേണ്ട 67 വയസ്സുണ്ട്, അങ്ങേരെ വിളിച്ച് ഓൾമോസ്റ്റ് കരയുകയാണ്. പുള്ളിക്ക് ആസ്മ കൊണ്ട് അവിടെ ഇരിക്കപ്പെടുന്നില്ല, പുള്ളി കഫം കൊണ്ടും പുള്ളി മടുത്തു. ഇത്രയും ഡെവലപ്പ് ചെയ്ത രാജ്യത്ത് പോലും അതിന് ക്യൂറില്ല. അവർക്കറിയില്ല കഫം എവിടുന്നാണ്. ഞാൻ രോഗികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കി നിൽക്കുമ്പോൾ അപ്പോൾ ഇത്രയും എലിമെൻ്ററി ആയിട്ടുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ ഒന്നും പൂർണ്ണമല്ല, ഒന്നും എല്ലാ സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. കഫം എവിടുന്ന ഉണ്ടാകുന്ന ഇന്നും ആർക്കും അറിയില്ലല്ലോ. ഓരോ വസ്തുവിലും ഉണ്ടാകുന്ന കഫത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഇവർക്ക് ആർക്കും സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്ന് കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്നൊരു മേജർ രോഗമല്ലേ ആസ്മ, അല്ലെ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ. ഇതിനൊരു ശാശ്വത പരിഹാരം എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല? സയൻറ്റിഫിക്കായിട്ട് ഇത് കണ്ടുപിടിച്ചെങ്കിൽ രോഗാണുവിനെ കൊള്ളാനുള്ള ആൻറ്റിബയോട്ടിക്കിനെ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ആ രോഗാണു എന്തുകൊണ്ട് ആ വ്യക്തിയിൽ വന്ന് സ്ഥായിയായിട്ട് നിലനിൽക്കുന്നുള്ളതിനെ ഉത്തരത്തിൽ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. എങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എൻഹാൻസ് ചെയ്യുക, ഒരു യോഗ എങ്ങനെ അതിനകത്ത് വർക്ക് ചെയ്യുന്നു നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയാം. ഞാൻ എൻ്റെ രോഗികളോട് പറയാറുണ്ട്, ഒരു അഡൽസിനൊക്കെ ഒരു ക്യൂറിലേക്ക് വരാനും കിട്ടിയ ക്യൂർ ശാശ്വതമാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് ലൈഫ് ടൈം കൊണ്ടുപോകാനും യോഗ പോലെ നല്ലൊരു ടൂൾ ഇന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ ഇൻട്രിക്കേറ്റ് മെക്കാനിസത്തിന് ഒത്തിരി പൊട്ടൻഷ്യലുണ്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ. അത് വളരെ ഡെപ്തിൽ സെല്ലുലാർ ലെവലിൽ, എനർജി ലെവൽ, മൈറ്റോകോൺട്രിയൽ ലെവലിലൊക്കെ അതിനകത്ത് റിസർച്ച് ചെയ്യണം. ഇനി ഒത്തിരി പൊട്ടൻഷ്യൽ കിടപ്പുണ്ട്.